ബഹുമാന്യരായ സഹോദരന്മാരെ, ഒരല്പസമയം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് തിരുവെഴുത്തിലെ ചില വേദഭാഗങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ ഈ ലോകത്തോട് പറഞ്ഞത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്നാണ്. മനുഷ്യരുടെ ജീവിതത്തിൽ അനേകം കഷ്ടതകളും പ്രയാസങ്ങളും അനേകം പ്രതികൂല സാഹചര്യങ്ങളൊക്കെയും നേരിടുമ്പോൾ മാനസാന്തരമില്ലാത്ത അവസ്ഥയിൽ കൂടി നാം കടന്നു പോകുകയാണെങ്കിൽ നമ്മെ തേടി വിജയമല്ല പരാജയം തന്നെയാണ് എത്തുന്നത് എന്ന് തിരുവെഴുത്തുകളെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇന്ന് ലോകത്തേക്ക് നാം നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് സമാധാനമില്ലാത്ത അന്തരീക്ഷം. മനുഷ്യൻ വളരെ ഭയത്തോടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എന്ത് മാർഗമാണ് സ്വീകരിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥ. അതിനാണ് കർത്താവ് പറഞ്ഞത്, മാനസാന്തരം ഉണ്ടെങ്കിൽ ദൈവം നമ്മെ സഹായിക്കുവാൻ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അങ്ങനെയുള്ള മനുഷ്യർക്ക് ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് യഥാർത്ഥം. പ്രിയമുള്ളവരെ, നിങ്ങളെ എല്ലാവരെയും നിങ്ങളുടെ വിലയേറിയ സമയത്ത് ഒരല്പസമയം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ക്ഷണിക്കുകയാണ്. യേശുവിന്റെ സമാധാനവും സ്നേഹവും എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ വസിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തിരുവചനത്തിൽ നിന്നും ചില വാക്കുകൾ മാത്രം ഇപ്പോഴിവിടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കഷ്ടതയുടെ കാരണവും ഉൽപ്പത്തിയും വ്യക്തമാക്കുവാൻ ക്രിസ്തു ശ്രമിച്ചില്ല. കാരണം മനുഷ്യൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ വളരെയേറെ കഷ്ടതകൾ അവരെ തേടിയെത്തുന്നതല്ല, വളരെയേറെ കഷ്ടതകളിൽ കൂടി മനുഷ്യൻ കടന്നു പോകേണ്ടതുണ്ട്. കഷ്ടതയിൽ വിജയം പ്രാപിക്കുവാനുള്ള മാർഗമാണ് ക്രിസ്തു ചൂണ്ടിക്കാണിച്ചത്. ദൈവഹിതത്തിന് പരിപൂർണമായി വിധേയപ്പെടുന്നതിനാണ് കഷ്ടതയിലെ മേലുള്ള വിജയം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവത്തിന് പൂർണ്ണമായും ഓരോ മനുഷ്യനും വിധേയപ്പെടുമ്പോൾ അവരുടെ ജീവിതത്തിൽ കഷ്ടതയല്ല വിജയമാണ് ഉണ്ടാകുന്നത്. ആ വിജയം നാം കൈവരിക്കണമെങ്കിൽ ദൈവത്തിന് വിധേയപ്പെടുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ എപ്പോഴും ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വന്നുകൊണ്ടിരിക്കും, കഷ്ടതകളും വേദനകളും നമ്മെ തേടി എത്തിക്കൊണ്ടിരിക്കും. അതിനെയൊക്കെ പ്രതിരോധിക്കുവാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. അതിലൊന്നിലും വിജയം കണ്ടെത്തുവാനോ ശാശ്വതമായ ഒരു സമാധാനം
നമുക്ക് അനുഭവിക്കുവാനോ കഴിയുകയില്ല. എന്നാൽ ദൈവത്തിൽ പൂർണ്ണമായും നാം വിധേയപ്പെടുന്നുവെങ്കിൽ ദൈവം നമ്മെ ആ കഷ്ടതകളിൽ നിന്നൊക്കെയും രക്ഷിക്കും. അത് നമുക്ക് തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. മുടിയനായ പുത്രന്റെ ആ കാര്യം നാം പഠിക്കുമ്പോൾ, കഥ നാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ധാരാളം ധനം അദ്ദേഹം കയ്യിൽ കരുതുകയും ആ ധനവുമായി തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ പോവുകയും ചെയ്തു. തനിച്ചാണ് അദ്ദേഹത്തിന്റെ യാത്ര. അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്നത് സമ്പത്ത് മാത്രമായി, മറ്റാരുമില്ലായിരുന്നു. എന്നാൽ ആ സമ്പത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പെട്ടെന്ന് തീർന്നു പോകുവാൻ ഇടയായി എന്ന് കാണുവാൻ കഴിയും. എന്നാ മനുഷ്യൻ ദൈവത്തെ വിട്ട് ധനത്തെ പിൻപറ്റിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ തുടങ്ങിയോ, ആ സമയം മുതൽ തന്നെ ആ മനുഷ്യനെ കഷ്ടത പിടികൂടുകയും ചെയ്തു. ഒടുവിൽ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു തീർന്നപ്പോൾ മറ്റാരിലും ആശ്രയിക്കുവാനില്ല. ഇവിടെ കാണുവാൻ കഴിയുന്നത് സ്വന്തം അപ്പന്റെ ഭവനത്തിലേക്ക് ആ മനുഷ്യൻ പോയി എന്നാണ്. അപ്പോൾ പൂർണ്ണമായും ദൈവത്തിന് വിധേയപ്പെട്ടു എന്നുള്ളതാണ് അവിടെ കാണുവാൻ കഴിയുക. അപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളുമൊക്കെ ധാരാളമുണ്ട്, ഉണ്ടായിക്കൊണ്ടുവരിക്കും. എന്നാൽ നാം ദൈവത്തിന് വിധേയപ്പെട്ടെന്നാൽ ആ തെറ്റുകളെയൊക്കെയും നമ്മോട് ക്ഷമിക്കുകയും യഥാർത്ഥമായിട്ടുള്ളത് എന്താണ് നാം അന്വേഷിക്കേണ്ടതെന്നും നമുക്കതിൽ കൂടി ലഭിക്കുന്നത് എന്താണ് എന്നും മനസ്സിലാക്കുവാൻ കഴിയുക തന്നെയുമല്ല, അത് നമുക്ക് അനുഭവിക്കുവാനും കഴിയും എന്നുള്ളത് ഇവിടെ ഈ മുടിയനായ പുത്രനിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആ മനുഷ്യൻ തിരിച്ച് അപ്പന്റെ ഭവനത്തിൽ വന്നപ്പോൾ നഷ്ടപ്പെട്ടു പോയതെല്ലാം, അത് മാത്രമല്ല അതിന്റെ ഇരട്ടി അപ്പനാ മകനെ സ്നേഹിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മെ ദൈവം ഒരിക്കലും തള്ളിക്കളയുകയല്ല, ദൈവം നമ്മെ സൂക്ഷിക്കുവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ആ ദൈവത്തിന്റെ അടുത്തേക്ക് നാം ചെല്ലേണ്ടത്. ഇത് യേശു തന്നെ ഇവിടെ അനേക കഷ്ടതകളാണ് യേശുവിന്റെ നേരെ വന്നത്. അതിനെയെല്ലാം പ്രതിരോധിക്കുകയല്ലായിരുന്നു. അപ്പോഴൊക്കെയും ദൈവത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെ യേശു ചെയ്തപ്പോൾ യേശു ഏറ്റവും ഉന്നതമായ സ്ഥലത്തേക്ക്, ഉന്നതമായ പദവിയിലേക്ക് ദൈവം യേശുവിനെ ഉയർത്തും എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ തിന്മയിൽ നിന്നും വേദനയുടെ പ്രശ്നം വേർപെടുത്താൻ സാധ്യമല്ല. വേദനയുടെ പ്രശ്നങ്ങൾ അത് മനുഷ്യനെ വേർപെടുത്തി മാറ്റി നിർത്തുവാൻ കഴിയുന്നതല്ല. അത് തിന്മ കൊണ്ട് മാത്രമല്ല, നാം തിന്മ ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല നമുക്ക് വേദനകളുടെ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. കാരണം ദൈവത്തിന് നാം വിധേയപ്പെടേണ്ടതുണ്ട്, ദൈവത്തിന് നമ്മെ പരിപാലിക്കേണ്ടതുണ്ട്, ദൈവത്തിന് നമ്മെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കേണ്ടതുമുണ്ട്. അപ്പോൾ ദൈവത്തോളം ഉത്തരവാദിത്വമുള്ള മറ്റാരും ഒരു മനുഷ്യനില്ല. ആ മനുഷ്യനത് അറിയണം. അറിഞ്ഞതിന് ശേഷം അവൻ പൂർണ്ണമായും ദൈവത്തിൽ വിധേയപ്പെടുകയും ചെയ്യണം എന്നുള്ളത് ഇവിടെ കാണുന്നു. അതാണ് തിന്മയിൽ നിന്നും വേദനയുടെ പ്രശ്നം വേർപെടുത്താൻ സാധ്യമല്ല. ലോകത്ത് സംഭവിക്കുന്ന ഭൗമികമായ ദോഷങ്ങൾ അമ്പരപ്പിക്കുന്നതാണ്. ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുള്ള കുറച്ച് ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്നുവെങ്കിൽ ഭൗമികമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നതും അതിനെ പരിഹരിക്കുവാൻ കഴിയാത്തതുമായ അവസ്ഥയാണ് ഓരോ ദിവസവും ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും നമുക്ക് കാണുവാൻ കഴിയും. പരിഹാരമില്ല, പരിഹരിക്കുവാൻ ആർക്കും കഴിയുകയുമില്ല.
എന്നാൽ ദൈവത്തിന് പരിഹരിക്കുവാൻ കഴിയും. സകല വിഷയങ്ങളെയും, സകലരുടെയും വിഷയങ്ങളെ ദൈവത്തിന് പരിഹരിക്കുവാൻ കഴിയും എന്ന് തിരുവചനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പാപമെന്ന അടിസ്ഥാന പ്രശ്നത്തിൽ നിന്നാണ് അവയുടെ ഉൽപ്പത്തി. മനുഷ്യൻ ദൈവവുമായി നിരപ്പ് പ്രാപിച്ചു കഴിയുമ്പോൾ ഈ പ്രശ്നം ഇല്ലാതായി തീരുകയും ചെയ്യും. ഒരു മനുഷ്യനും സ്വയമായി അവരുടെ ബുദ്ധി കൊണ്ടോ അവരുടെ ശക്തി, കഴിവ്, ഇതൊന്നും കൊണ്ട് അവർ എത്ര ഉന്നത വ്യക്തിയായിരുന്നാലും അവരിലൊരു കുറവുണ്ട്, ഒരു ബലഹീനതയുണ്ട്. അതിനെ പരിഹരിക്കുവാൻ അവർക്ക് കഴിയുകയില്ല. അതിനാണ് ബൈബിളിൽ അതിന് പാപമെന്ന് പറയുന്നത്. അതാണ് പാപമെന്ന അടിസ്ഥാന പ്രശ്നത്തിൽ നിന്നും. പാപമാണ് മനുഷ്യനെ കഷ്ടതയിലേക്ക് കൊണ്ടുപോകുന്നത്. അവനെ അനേകം പ്രതികൂല സാഹചര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നതും ശാശ്വതമായ ഒരു പരിഹാരം അവന് ലഭിക്കാതെ പോകുന്നതിൻ്റെയും അടിസ്ഥാന കാരണം പാപമാണ് എന്നിവിടെ പറയുകയാണ്. അവയുടെ ഉൽപ്പത്തി മനുഷ്യൻ ദൈവവുമായി നിരപ്പ് പ്രാപിച്ചു കഴിയുമ്പോൾ ഈ പ്രശ്നം ഇല്ലാതായിത്തീരും. അപ്പോൾ ദൈവവുമായി നാം ഒന്ന് നിരപ്പ് പ്രാപിക്കണമെങ്കിൽ തീർച്ചയായും പ്രിയമുള്ളവരെ, നമ്മളുടെ കഷ്ടതകളും പ്രയാസങ്ങളും വേദനകളും എന്ന അടിസ്ഥാനമായ നമ്മെ വിഷയം എന്നേക്കുമായി നീങ്ങിപ്പോകുക തന്നെ ചെയ്യും. അവിടെ നമുക്ക് ദൈവികമായ സമാധാനവും സന്തോഷവും ദൈവത്തിന്റെ സ്നേഹവും എത്ര വലുതാണ് എന്ന് നമുക്ക് അനുഭവിക്കുവാനും കഴിയും എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്. ഇവിടെ പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന ഇവിടെ റോമാലേഖനത്തിൽ പറയുന്നു. അത് നിർണയപ്രകാരം വിളിച്ചവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരികയുമില്ല. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർ ആരാണ്? ദൈവത്തെ സ്നേഹിക്കുന്നവർ അവർ കഷ്ടതകൾ അവർ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട്, ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചുകൊണ്ട്, ദൈവമേ നിനക്ക് കഴിയാത്തതൊന്നുമില്ല, എന്റെ ഈ അവസ്ഥകളിൽ നിന്നൊക്കെ എന്നെ വിടുവിക്കുവാൻ നീ പൂർണ്ണമായി ശക്തനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്നെ ഞാൻ സമർപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിരപ്പ് പ്രാപിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒടുവിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന ഏക നിർണയത്തിൽ നാം എത്തിച്ചേരും. അപ്പോഴാണ് നമുക്ക് ഈ ലോകത്തെ പൂർണ്ണമായും കാണുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നത്. ആ ലോകം നമ്മെ ഒരിക്കലും സ്നേഹിക്കുകയോ നമുക്ക് സമാധാനം തരികയോ ചെയ്യുകയില്ല. എന്നാൽ യേശു പറയുകയാണ്, ഇന്ന് മനുഷ്യനെല്ലാം ആഗ്രഹിക്കുന്നതും അന്വേഷിക്കുന്നതും സ്നേഹവും സമാധാനവുമാണ്. ഇത് രണ്ടും മനുഷ്യനിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയുമാണ്. ആർക്കും അത് അനുഭവിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ അത് ദൈവത്തിൽ നിന്ന് നമുക്ക് ധാരാളമായി ലഭിക്കും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. കഷ്ടതയും അപമാനവും സഹിച്ചു യേശു മനുഷ്യവർഗത്തിന്റെ മുഴുവൻ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് കഷ്ടതയും പരിഹാസവും അതുപോലെ എല്ലാം സഹിച്ച് കൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത് എന്നുള്ള തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ കഷ്ടതയുടെ ഒടുവിൽ ലഭിച്ചതോ ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് യേശു ഇരിക്കുവാൻ കഴിഞ്ഞു, ഉയർത്തപ്പെടുവാൻ കഴിഞ്ഞു. ആയതിനാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ മാത്രമല്ല വരുവാനിരിക്കുന്ന ലോകത്തും
അവർ ഏറ്റവും ഉന്നതമായ പദവിയിലേക്ക് എത്തിച്ചേരുകയും ഉന്നതങ്ങളിൽ ദൈവം വസിക്കുന്നിടത്ത് ദൈവത്തോടു കൂടെ അവർ ആയിരിക്കും എന്നുള്ളത് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതാണ് കഷ്ടതയും അപമാനവും ഒക്കെ യേശു സഹിച്ചിട്ടും അതിനെ ഒന്നും പ്രതികൂലം അല്ലെങ്കിൽ പ്രതികരിക്കാതെ അതിനെയൊക്കെയും അനുഭവിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് നമുക്ക് തിരുവെഴുത്തുകളിൽ കൂടി കാണുവാൻ കഴിയും. ആയതിനാൽ പ്രിയമുള്ളവരെ, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുന്ന മനുഷ്യൻ ഏറ്റവും ഉന്നതമായ പദവി അവരെത്തിച്ചേരും. അതിവിടെയാണെങ്കിലും വരുവാനിരിക്കുന്ന ലോകത്ത് ആയിരുന്നാലും ദൈവം അവരെ കാത്തുപരിപാലിക്കും. ദൈവം നൽകുന്ന ആ ഉന്നതമായ പദവിയെ മറ്റാർക്കും ലഭിക്കുകയില്ല. എന്നാൽ അത് യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ നമുക്കവിടെ എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ. മറ്റാരിൽ കൂടിയും നമുക്ക് അവിടെ എത്തിച്ചേരുവാൻ കഴിയുകയില്ല. കാരണം മനുഷ്യവർഗത്തിന്റെ മുഴുവൻ ആത്മാവിന്റെയും രക്ഷയ്ക്ക് വേണ്ടി രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത് യേശു കർത്താവ് മാത്രമാണ്. മാനവരാശിയുടെ മുഴുവൻ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി തന്റെ ജീവനും തന്റെ രക്തവുമാണ് കാൽവരിയിലെ ആ ക്രൂശിൽ കൂടി ഒഴുകിയത് എന്നുള്ളത് യാഥാർത്ഥ്യം തിരിച്ചറിയുകയും ദൈവത്തിന് പൂർണ്ണമായും വിധേയപ്പെടുകയും ചെയ്യുമ്പോൾ നാം ധന്യരാകും, ദൈവത്തിന് ഇഷ്ടമുള്ളവരാകും, ദൈവത്തിന് കൊള്ളാവുന്നവരാകും, ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരാകും, ദൈവം നമ്മെ ഒരുക്കിയിരിക്കുന്ന വഴികളിൽ കൂടി യാത്ര ചെയ്യുന്നവരാകും, ദൈവത്തിന്റെ ഇഷ്ടം സാധിക്കുന്നവരാകും. അങ്ങനെയുള്ളവരായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കർത്താവായ യേശു എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ.